ഗൈസ് നമ്മളിതാ പാർക്കിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിവിശാലമായ പാർക്കിലേക്ക്. ഒരു രക്ഷയിലെന്നാണ് പുറത്തുനിന്ന് കണ്ടപ്പം നമുക്കറിയാൻ കഴിഞ്ഞത്. ബ്രൈൻഡ് പാർക്ക് സൂം ചെയ്ത് 4x ഇട്ട് തരാം. പാർക്ക്. ഹലോ ഗൈസ്, ഞങ്ങൾ പാർക്കിലേക്ക് ടിക്കറ്റ് എടുക്കാൻ കയറുകയാണ്. ടിക്കറ്റ് എടുക്കണം ഗൈസ്, ടിക്കറ്റ് എടുക്കണം. അവിടെ പോയിട്ട് അവർ കയറില്ല. ടിക്കറ്റ് എടുക്കണം. നമ്മൾ 5 പേര്, 6 പേര്. വെറും 50 രൂപയുള്ളൂ. തമിഴിലായോണ്ട് എനിക്ക് ക്യാമറ 50 രൂപ. വിശാലമായിട്ടുള്ള നല്ലൊരു പാർക്കാണ്. ഇതാണ് എൻ്റെ വിചാരം. ടിക്കറ്റ് അടിച്ച് ടിക്കറ്റ് അടിക്കാവോ? ആ ചേച്ചി, ഞങ്ങളുടെ ടിക്കറ്റ് ചേച്ചി കയറി അതിശയിച്ചു പോകും ഈ പാർക്ക് കണ്ടാൽ അല്ലേ ആശാനെ? ഇങ്ങനെ മൊത്തം പച്ചപ്പെട്ട പച്ചപ്പിനിടയ്ക്ക് ഒരുപാട് ആൾക്കാരെ എന്റെ മോനെ ഒരു രക്ഷയില്ല. കുട്ടികളുണ്ട്, ഇഷ്ടപ്പെട്ടോ? ചുമ്മാ കള്ളം പറയല്ല, തള്ളല്ലേ, എല്ലാവരും ഇഷ്ടപ്പെടും. എങ്ങനെയുണ്ട് പാർക്ക്? കൊള്ളാം പാർക്ക്? ശരിയല്ല. ഓക്കെ, തമിഴ് ഓടിയോ? ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്, ഫുൾ പാർക്ക്. ഈ പാർക്ക് മൊത്തം പാർക്കാട്ടോ. നമുക്ക് ഒരു ഈ പറഞ്ഞ ഒരു സോൾജിയർ ഉണ്ട് ബ്രോ. എങ്ങനെയുണ്ട് ബ്രോ പാർക്ക്? ഒരു രക്ഷയില്ല ബ്രോ, അടിപൊളിയാണ്. ഫ്രണ്ട്സുമായിട്ട് എൻജോയ് ചെയ്യാൻ വന്നതാണ്. ഫുൾ എൻജോയ്മെന്റ് ആണ് നമുക്കിവിടെ. യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ബോട്ടിങ് കഴിഞ്ഞു, ഇപ്പം നമ്മളത് പാർക്കിലാണ്. ഇനി ബാക്കി അങ്ങോട്ട് എല്ലാം കണ്ടിട്ട് റിവ്യൂ പറയുന്നത്. എന്റെ ആർമി ബ്രോയ്ക്ക് താങ്ക്സ്. ഇത് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. പിന്നെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ളതും നമ്മുടെ എല്ലാ തലതൊട്ടപ്പനായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് മുരുകൻ ബ്രോ. എങ്ങനെയുണ്ട്? എന്താണേലും അടിപൊളി സൂപ്പർ വൈബാണ്. നമ്മളെ ഫോട്ടോ ഫേസ് ഒക്കെ ഉണ്ട് ഇവിടെ, ഫോട്ടോ എടുക്കാനുള്ള സ്ഥലങ്ങളും. ബ്രോ കാണാൻ നമ്മുടെ ആറാട്ടങ്ങളൊക്കെ ഉണ്ട്. അയ്യേ, സൂപ്പർ സെറ്റ്. കാണാനറിയോ? കോപ്പില്ല. അപ്പൊ അതനുസല്ല വിട്ടാരെ. ഇത് നമ്മള് ലോറൻസ് ബ്രോ. എങ്ങനെയുണ്ട് ബ്രോ? നൈസ് പ്ലേസ്. എന്തുള്ളൂ നമ്മളെ ഫ്രണ്ട് എന്തോ അയ്യേ ബ്രോ. എങ്ങനെയുണ്ട് ബ്രോ? ഇഷ്ടപ്പെട്ടോ? യു ലൈക്ക് ദി ഗാർഡൻ? ഓക്കെ ഓക്കെ, താങ്ക്സ്. എന്നെ അവോയ്ഡ് ചെയ്തോളാം. ഓ, ഇവിടെ ഒരു ക്യൂട്ട് പയ്യൻ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മുട്ട് പോയിട്ട് കേട്ടോ ബ്രോ. ബ്രോ ബ്രോ എങ്ങനെയുണ്ട് ബ്രോ ഗാർഡൻ? സൂപ്പർ ഗാർഡൻ. പേര് മാത്രം വായിക്കാൻ വയ്യ. ഹലോ, ബ്രൈൻഡ് പാർക്ക്. പ്രായം എത്ര കഴിഞ്ഞതല്ലേ, കോളേജിൽ പോയതല്ലേ, കല്യാണം കഴിക്കണ്ടേ മോനെ. ഞങ്ങളെ കൂടെ കൊണ്ടുവന്ന ഞങ്ങളെ കാണുന്നവരാണ്, ഞങ്ങളെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ് ഗൈസ്. അത് തന്നെ ഒരു രക്ഷയില്ല ഗൈസ്, അമ്മാതിരി വൈബ് കേട്ടോ. കാണാൻ മൊത്തം രസമാണ്. കൊള്ളാല്ലേ? കൊള്ളാം. നമ്മൾ ബ്രൈൻഡ് പാർക്കിലാണ്, നമ്മളെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ട്രിപ്പ് ഇവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. ഓരോ ആൾക്കാരുടെ നമുക്ക് അവരുടെ അഭിപ്രായങ്ങളെ ചോദിച്ചു നോക്കാം. കുറച്ചൊക്കെ പുറത്താണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് സോൾജിയറിലായിട്ടുള്ള നമ്മുടെ സുഹൃത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ? പറയാനാണെങ്കിൽ എന്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാനത് ഒരുപാട് എൻജോയ് ചെയ്യാണ് എൻ്റെ ഫ്രണ്ട്സുമായിട്ട്.
ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടായ എൻ്റെ വ്ളോഗർ ആയാലും ശരി തന്നെ, എൻ്റെ ബാക്കി ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ശരി തന്നെ, ബോട്ടിങ്ങും ബാക്കി ഗാർഡനിലും പാർക്കിങ്ങിലും എല്ലാം ആയിട്ട് ഒരുപാട് എൻജോയ്മെൻറ്റിലാണ്. പുറകെ കാണാൻ എൻ്റെ കൂട്ടുകാരുണ്ട്, പകുതി പേര് ഇനിയും പുറത്താണ്. പക്ഷേ നമ്മൾ ഒരു തരത്തിലുള്ള മിസ്സിങ്ങും ഇല്ല, എല്ലാ രീതിയിലും ഒരു തരം എൻജോയിങ് മാത്രമാണ്. ബാക്കി വിശേഷങ്ങൾ അവർ പറയും. ഇപ്പൊ നമുക്കൊരു ചിരിയായിട്ട് തോന്നുന്നു. നാളെ ഇത് ഓർത്തിരിക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് ഇതൊരു ഖേദിക്കേണ്ട അവസരമായിട്ട് മാറും. അവരെ തുപ്പി കാണിക്കാം. ഓക്കെ, അടുത്ത് പറ. എല്ലാം പുതിയ പുതിയ കാഴ്ചകൾ, അത് തന്നെ ഏറ്റവും വലിയ മനോഹരം. നല്ല കണ്ണ്, നല്ല കണ്ണ. അടുത്ത് നമുക്ക് അടുത്ത് എങ്ങനെയാണ് ബ്രോ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ ചേട്ടാ ആറാട്ടെ പോലെ ഇരിക്കും. ആറാട്ടണ്ണന്റെ ആരാണ്? ആറാട്ടണ്ണന്റെ കാര്യമല്ല, അല്ലേ പറഞ്ഞു. അതാണ് വളരെ നല്ല മികച്ചൊരു ടൂറായിരുന്നു. ബ്രോ എന്താ പറയാ? സോറി ബ്രോ, എനിക്ക് പറയാനുള്ളത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഏതോട്ട് വേണ്ടത് തൊണ്ടെല്ലാം പോയിരിക്കോ ബ്രോ? താനാരോ തന്നാരോ താനാരോ തന്നാരോ താനാരോ തന്നാരോ താനാരോ തന്നാരോ. തമിഴോട്ടാണ് വേണ്ടത്. നാളെ എടുത്തരുത്. പാടിയോ? മറ്റേ വെറൈറ്റി പാട്ട് ഇല്ല, പെമ്പിളരെ നല്ല പാടി പാടി. இன்னும் கொஞ்ச நேரம் இருந்தாதா என்ன ஏ அவசர என்னை அவசர நில்லு பொண்ணே. இன்னும் கொஞ்ச நேரம் இருந்தாதா என்ன ஏ அவசர என்னை அவசர நில்லு பொண்ணே. இன்னும் பேசக்கூட துடுங்கலைய நெஞ்சம் கொஞ்சம் நிறையல இப்போ மழை. അടുത്ത ഐഡിയ സസീൽ പാടാം. ഓക്കെ 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 ബ്രോ എന്താ പറയാനുള്ളത്? അടിപൊളി. എന്തോ ട്രിപ്പ് പൊളിയായിരുന്നു. നമ്മള് വൈബായിരുന്നു. കൂട്ടത്തില് നമ്മുടെ എല്ലാ ആശാനായിട്ടുള്ള പുള്ളിക്കാരൻ എന്താ പറയുള്ളത് നോക്കാം. ബ്രോ എങ്ങനെയാ? ഒരുപാട് പ്രായമായി, എന്നാലും ഇത്രയും ചെറുപ്പക്കാരുടെ പിള്ളേരുടെ ഈ ടൂർ വന്നപ്പോ ഉള്ള എക്സ്പീരിയൻസ് എങ്ങനെ? കൊള്ളം കുഴപ്പമില്ല. പിന്നെ വിശക്കും ശരി, നമ്മൾ കഴിച്ചിട്ടില്ല, കഴിക്കണം. അപ്പൊ അത് കഴിക്കാം. നമുക്ക് അടുത്ത് ബ്രോ തൊപ്പിന്ന് വരാ. ബ്രോ ബ്രോ എന്താ പറയാനുള്ളത്? ഒരു പണമില്ലാത്ത കുടുംബത്തിൽ പറക്കാത്തവനാണ് ഇവിടെ പറ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വൺ ടൈം വാച്ചബിൾ, ഒരു വട്ടം വന്നിട്ട് പോവാം. ഓക്കെ, അടുത്ത നമ്മളുടെ പ്രായത്തിന് മുതിർന്ന ആള് എന്താ പറയാനുള്ളത്? നല്ല പ്രായം 32 ശരി പറഞ്ഞ. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നിരാശപ്പെടത്തില്ല. നല്ല അടിപൊളി വ്യൂ ഉണ്ട്. ഫോട്ടോസ് ഒക്കെ എടുക്കാനായാലും സെറ്റ് ഫോട്ടോസ് ഇഷ്ടം പോലെ ഉണ്ട്. ആവശ്യമുള്ള എടുക്കാം. നല്ല വ്യൂ പോയിന്റ് ആണ്. കളക്ഷനും ഉണ്ട്. കൊള്ളാം. ഓക്കെ, ഇതാണ് എനിക്ക് പറയാനുള്ളത് കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഒരു നല്ലൊരു അവസരമാണ്. നമ്മൾ പൊളിക്കുകയാണ്. നമ്മൾ ഗാർഡനിൽ പോയിട്ട് ബിരിയാണി. ചേട്ടാ ഇത് എന്ത് ബിരിയാണി ചേട്ടാ? അമ്പൂർ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. ട്രൈ ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നൈസ് സാധനം, ചൂട് സാധനം, അടിപൊളി പീസൊക്കെ ഉണ്ടോ. ഓക്കെ, ആളുകൾ എവിടെ പോയാലും പൊളിയാ. കൊടൈക്കനാലിൽ നിന്നില്ല, എവിടെ നിന്നില്ലതാ ഇങ്ങേറ്റത്ത് നിന്ന് അങ്ങേറ്റത്തേക്കാണ് നമ്മൾ ചരട് വലിച്ചേക്കുന്നത്. ഇവിടുന്ന് ഒരു വെച്ച്, അവിടുന്ന് അങ്ങേറ്റം അടുത്ത വെച്ച്, എല്ലായിടം വെച്ചിട്ടത് എല്ലായിടം മുട്ടിച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ ഓളം ഉണ്ടാക്കിയിരിക്കുക. അന്താശ്ശേരി കളിക്കാണ് കേട്ടോ. 6 ബിൽഡിംഗ് അന്താശ്ശേരി. ചെറിയ ദൂരം നല്ല റെസ്റ്റോറൻറ്റ് ഇത്രയാണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് കിട്ടുന്നത്. പല ദൂരത്താണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. രക്ഷയില്ലാത്ത വൈബ്. ഗൈസ്, അവിടുന്ന് നമ്മൾ നേരെ പോയത് പൈൻ വാലി, ഗുണ കേവ് ആ ഒരു റൂട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പൈൻ വാലിയിലേക്ക് പോകുമ്പോൾ ആ വനം ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അടിപൊളി ഒരു ആംബിയൻസോടുകൂടിയുള്ള യാത്രയാണ് നമ്മൾ ബസ്സിനകത്ത് നമുക്ക് അനുഭവപ്പെട്ടത്. നല്ല അണക്ക്, നല്ല അടിപൊളി പൈൻ ഫോറസ്റ്റ് നമുക്ക് വണ്ടിയിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അത് കവർ ചെയ്യാനായിട്ട് നമുക്ക് കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ. റോഡ് മൊത്തം ഭയങ്കര തിരക്കാണ്. ബ്ലോക്കൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് കുറവുണ്ട്. അപ്പോൾ നമ്മൾ പുറമേ കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും.
നമ്മളിപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു എൻട്രി എടുത്ത് ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഇവിടുന്ന് കുറച്ച് കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു പൈൻ വാലിയിലേക്ക് എത്താനായിട്ട് കേട്ടോ. അവിടെ വമ്പം ബ്ലോക്കാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, വമ്പം ബ്ലോക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ വണ്ടിക്കകത്ത് പാട്ടൊക്കെ ഇട്ട് നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പാട്ട് ഡാൻസൊക്കെ ആയിരുന്നു അത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ടുള്ള നൃത്ത ചുവടുകളാണ് എൻ്റെ പൊന്നു മക്കളെ. ഇതൊക്കെയാണ് സ്റ്റെപ്പ്. അസലേ സ്റ്റൈലാണടാ എന്നെല്ലാം ഉള്ളടി ബസ്സിലടി ജോറ് ജോരേ. നമ്മള് പൈൻ വാലിയിലേക്ക് നോക്കൊണ്ടിരിക്കുകയാണ്. പൈൻ വാലിയിലേക്ക് ഒരു രക്ഷയിൽ അന്യ ബ്ലോക്ക്, അടിപൊളി ബ്ലോക്കാണ് കേട്ടോ പൈൻ വാലി പോകുന്നത്. പക്ഷെ ബ്ലോക്ക് ഒന്നും നമുക്ക് വിഷയമല്ല. ഫുൾ വൈബാണ് ഗൈസ്, ഒരു രക്ഷയില്ല. പൈൻ വാലി നമ്മള് കൊല്ലം കാര്യടുത്ത് എല്ലാവരും എടുത്ത് ആറാട്ട്. എൻ്റെ പൊന്നു മക്കളെ ഇജാതി വൈബ്. നമ്മൾ ഫ്രണ്ട്സോട്ട് എൻജോയ്മെന്റ് വന്നതാണ് ഈ സ്ഥലത്ത്. എന്നാ പുന്നാ പോയിട്ട് ബ്ലോക്ക് പുല്ലെന്നും പറഞ്ഞ് വണ്ടിയിൽ നിന്ന് കൊണ്ട് ഇറങ്ങി ഡാൻസുകൾ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ നാട്ടുകാർ മൊത്തം നമ്മുടെ ഫുൾ ഡാൻസ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, എവിടെ നിന്നൊക്കെ ജില്ലക്കാരെന്ന് അറിയത്തില്ല, ഫുൾ വൈബ്. നമ്മളെ വണ്ടിക്കകത്തുള്ള കണക്കിന് അവരും വൈബ്, ഫുള്ള് വൈബ്. അങ്ങനെ തന്നെ ഞങ്ങൾ ഡാൻസ് കളിച്ചിരിക്കുമ്പോഴത്തേക്ക് ഈ വണ്ടിയിലുള്ള തൃശ്ശൂരാരാണ് നമ്മുടെ അടുത്ത് ആദ്യമായിട്ട് ഡാൻസ് കളിക്കാനായിട്ട് ഇറങ്ങി വന്ന് ഫസ്റ്റ് ടീം കേട്ടോ. പിന്നാണ് ഫുൾ ഇവിടെ ഓണായത്. നോക്കണം, ഒരു രക്ഷയില്ല, നോക്കണം കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പുകളുടെ മഴ തന്നെയായിരുന്നു. എൻ്റെ പൊന്നു മക്കളെ, ഞാനും നമ്മുടെ അപ്പു, നമ്മളെ കൂട്ടത്തിലുള്ള ഉണ്ണിയണ്ണനും കുഞ്ഞുണ്ണി ടീംസ് ഫുള്ള്, അനൂപും ദാ നോക്ക് ഫുള്ള് എല്ലാം ആ വേറെ ലെവല്. വെളിയിൽ പോകുന്ന പിള്ളേരെല്ലാം നമുക്ക് കൈ വരുന്നത്, നമ്മുടെ അടുത്തോട്ട് ഡാൻസ് കളിക്കാൻ വരുന്നത്. എന്താ ഇജാതെ ഒരു ഫീലിംഗ് വേറെ ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ പൊന്നെ, ക്ഷീണം അങ്ങോട്ട് ഉണ്ടായി വന്നാൽ പിന്നെ അങ്ങോട്ട് ഡാൻസ് ആയിട്ട് തുടങ്ങുമ്പോൾ പിന്നെ നമ്മൾ തുള്ളും. എൻ്റെ പൊന്നു മക്കളെ, പിന്നെ വണ്ടി പിന്നായിരുന്നു മക്കളെ ഡാൻസ്. ഞാൻ നോക്കിക്കോട്ടെ, ഞാൻ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്ന് പിള്ളേരൊക്കെ ഇറങ്ങി ഡാൻസുകൾ തുടങ്ങിക്കഴിഞ്ഞു. രക്ഷയില്ലാത്ത വൈബ്, നമ്മളെക്കാട്ടി വൈബ് അവര്. എൻ്റെ പൊന്നെ, പിന്നെ അവരെ കൂടെ പിടിച്ച് കേൾക്കാൻ വേണ്ടി നമ്മളില്ലാത്ത സ്റ്റെപ്പുകളൊക്കെ ഇട്ട് കളിച്ച് അവർ അതിനെക്കാട്ടി വലിയ സ്റ്റെപ്പുകൾ ഇടുന്നു. എന്തൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നമ്മളപ്പുറം നമ്മളെ കൂട്ടുകാരന്മാരെല്ലാം അവരുടെ കൂട്ടത്തിലുള്ള ചേട്ടന്മാർ, കണക്കുള്ള അവർ ചേച്ചിമാരും കുറേ ആൾക്കാർ എല്ലാവരും ഓരോ കണക്ക് ഓരോ മനസ്സോടെ ഈ ഒരു യാത്ര എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മോടെ തന്നെ കൂടെ ചേർന്നു. ഒരു രക്ഷയില്ലായിരുന്നു എൻ്റെ പൊന്നു മക്കളെ, ഒരു രക്ഷയില്ലായിരുന്നു. ഡാൻസിൻ്റെ സ്റ്റെപ്പൊക്കെ എവിടുന്ന് വരുന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. അതിൽ സ്റ്റെപ്പുകളൊക്കെ ഇട്ട് എൻജോയ്മെൻറ്റിൻ്റെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ എടുത്ത് പറയാൻ പറ്റത്തില്ല. കാര്യം വൈബ് ഫുള്ളായി. പൈൻ വാലി വന്നിട്ടാണ് നമ്മൾ വൈബ് ഫുള്ളായത്. ഓരോരുത്തരൊക്കെ പോകണ്ട എങ്ങനെ ഇതൊക്കെ എന്തൊരു സ്റ്റെപ്പണ വെച്ചതാ. എൻ്റെ പൊന്നു മക്കളെ, ഏതോ വണ്ടി മൊത്തത്തിൽ കറക്കി വാരി വരുന്ന ആൾക്കാരെല്ലാം വീഡിയോ ഒക്കെ എടുത്ത് ഫുള്ള് നമ്മളവിടെ വന്നെന്നുള്ള കാര്യം നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ വീഡിയോ വഴി കുറച്ച് ആൾക്കാരോട് അറിയും, അത്രേ ഉള്ളൂ. എൻ്റെ പൊന്നെ,
പോരല് വിസിലടിയുടെ കുട്ട പുറയുന്ന ഹോണടിക്കൂടെ തിരിച്ചോ മതി തിരിച്ചോ നീ മറ്റേ അടുത്തോ വൈടാ അടുത്തോ വേണ ഗായ്സ് നമ്മളെ പൈൻ ഫോറസ്റ്റിലേക്ക് പോകുന്ന വഴി റോഡ് സൈഡ് ഫുള്ള് വൈബ് ഒരു രക്ഷയില്ലാത്ത വൈബിനെ കാണുന്ന കൂട്ടന്മാരെ വിളിച്ചിട്ട് പോവാ കോപ്പറേറ്റ് ഒരു പാട്ട് കട്ടായി കളയിക്കത് മാരി മനസ്സിലല്ലേ പാലക്കാട് തൃശ്ശൂര് കൊല്ലം പാലക്കാട് തൃശ്ശൂര് കൊല്ലം കോട്ടയം പാലക്കാട് തൃശ്ശൂര് കൊല്ലം എല്ലാവരും ഒരേ വൈബ് തിരുവനന്തപുരം കൊല്ലം
എങ്ങനെയുണ്ട് നമ്മള് ഡാൻസ് പെർഫോമൻസ്? പൊളിച്ചു. എവിടെ സ്ഥലമാണ്? ഞങ്ങൾ പൂച്ചട്ടി നടത്തറ. തൃശ്ശൂർ വേറെ കൊല്ലമാണ്. കൊല്ലം പൊളിച്ചു. കൊല്ലാടി അടിപൊളി അടിപൊളി. ഒരു രക്ഷയില്ല. ഗായ്സ് തമിഴ്നാട് മോയർ പോയിന്റിലേക്കാണ് വന്നേക്കുന്നത്. അവിടെ 10 രൂപയാണ് റേറ്റ്, പിന്നെ 50 രൂപയുണ്ട് ക്യാമറ ഉപയോഗിക്കാൻ, പിന്നെ വീഡിയോ ക്യാമറ മതി 300 വേണം. അത് നമുക്ക് വിഷയമല്ല. ഒരാൾ കയറാൻ 10 രൂപ മതി. നമുക്ക് അകത്തോട്ട് പോകാം. നല്ല തിരക്കുണ്ട്. വാ ഗായ്സ്, നമ്മൾ പോവാണ് കേട്ടോ. ഫ്രണ്ട് ക്യാമറ ഉണ്ടാക്കി നിന്നെ കാണാൻ പറ്റും. അച്ഛനുണ്ട്, നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നാണ് എൻ്റെ പ്രതീക്ഷ, നോക്കാം. ഒരു സിക്സ് പാക്ക് ഒക്കെ ഉള്ളൊരു പോത്താന്ന് തോന്നുന്നു ഗൈസ്. സിക്സ് പാക്ക് ഒക്കെ ഉള്ളൊരു പോത്തിരിക്കുകയാണ് ഗൈസ്. സംഭവം കൊള്ളാം. ഇത് ജിമ്മാട്ടോ. മറ്റേ ബാഹുബലി സിനിമയ്ക്കകത്ത് പൽവാദേവൻ കുത്തിവളർത്തിയ വെട്ടുപോത്താണോ അല്ലേ? ബാഹുബലി സിനിമയ്ക്കകത്തുള്ള പോത്താണത്. ഇത് തന്നെ ബാഹുബലി സിനിമ പൽവാദേവൻ. അന്ന് പോ. യെസ് ബാഹുബലി സിനിമയ്ക്കകത്തുള്ള പൽവാദേവന്റെ പോത്താണ്. ഓടാ സാരമില്ല. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണ്. എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? എല്ലാവരും ഇഷ്ടപ്പെട്ടു. നമ്മൾ കാണാൻ പോകുന്നല്ലോ. കണ്ടില്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു തേങ്ങാപ്പുണ്ടാക്കൂല്ല ഇവിടെ. തേങ്ങാപ്പുണ്ടാക്കൂല്ല, ഒന്നുമില്ല. ചുമ്മാ ആയിക്കൊണ്ടിരുന്ന അങ്ങോട്ട്. ശബരിമല സിവില് അതാറാണ് ഗൈസ്. അതാണ് അറിവിന്റെ വെളിച്ച. ഞാൻ പറഞ്ഞേ ബാഹുബലി സിനിമയ്ക്കുള്ള പോത്തത് ആണോ? അപ്പഴാ മോനെ ബാഹുബലി സിനിമ ഉണ്ട്. ബാഹുബലി സിനിമ ഉണ്ട്. ബാഹുബലി സിനിമയത്തെ പൽവാൾ ദേവൻ ഒരു പോത്തിന് നമ്മുടെ അകത്തില്ലേ? ആ പോത്താണ്. കാറ്റ് മാത്രമുണ്ട്, വേറൊന്നുമില്ല. വ്യൂ വലിയ രസമൊന്നുമില്ല. വലിയ രസമില്ലല്ലോ. കണ്ടില്ലേ? അത് കണ്ടോ? കണ്ടിട്ട് വന്നു. ഒന്നും നോക്കുന്നില്ല. അതാ അല്ലേ? ഇതാ ഞാൻ പറഞ്ഞൊന്നുമില്ലെന്ന്. കാണാൻ പാകത്തിന് വലിയ മെച്ചമൊന്നുമില്ല. ഇവിടെ അവിടെയുള്ള ഞാൻ കണ്ട്. ഇവിടുന്ന് നോക്കിയാൽ മല മാത്രം കാണാം. ഇവിടെ പിന്നെ ആ പോത്തിനെ കാണാൻ പറ്റും. പോത്താരാ? ബാഹുബലി സിനിമയ്ക്കകത്ത് പൽവാൾ ദേവൻ. നോക്കൂ, ഇവിടെ കൊണ്ട് വെച്ചാണ്. അത് ഹൈദരാബാദിലാ. ബാഹുബലിയെ കണ്ട ഇതിനേക്കാളും നല്ല മല ഞങ്ങളുടെ അവിടെ ഉണ്ട്. മുള്ളന്നുണ്ട്, ചതുരംഗപ്പാറ, മറ്റേ സ്വർഗമേട്, ഇടുക്കി, മുരിക്കുന്നോട്ടി, സേനാപതി. അങ്ങോട്ട് വന്നേക്കും. നമ്മള് കൊല്ലമാണ്. അങ്ങോട്ട് മല അടിച്ചത് കൊല്ലം മുഖത്തല. ഓക്കെ, അഖിൽക്കുട്ടൻ ബ്ലോഗ്സ്. കുട്ടൻ ബ്ലോഗ്സ് ഇവിടെ ഒട്ടുമില്ല. ഓക്കെ, പൈൻ വാലിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു രക്ഷയില്ല, അമ്മാതിരി വൈബാണ്. നമ്മൾ നടന്നു വരുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങനെ ഫുൾ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. നമുക്കവിടെ 2 അതിഥികളെ കാണാം.
നോക്കൂ ഓടിത്തള്ളുന്നു. കുഞ്ഞുമായി സാഹസികപ്പെട്ടു പോകുന്നു. കൊല്ലം അതെ കേട്ടാ സംസാരിച്ചേ കൊള്ളാല്ലേ? ഒരു രക്ഷയില്ല ഗൈസ്. ഇതാ തുടങ്ങിയേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ. നമ്മൾ ആ കൂട്ടന്മാരെല്ലാം അവിടെ ഉണ്ട്. അവരെല്ലാം തപ്പി കണ്ടുപിടിക്കണം. നാ പോകുന്ന അടുത്തത്. ഹായ് ഹായ് ഹായ്. ഒരു മൈൻഡും ഇല്ല. ഹലോ ഇന്നലെ നമ്മള് ഗാർഡനിൽ പോയപ്പോ മിസ്സായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരോട് ചോദിക്കാം. അയ്യോ ഒന്നും പറയില്ല, സൂപ്പർ അടിപൊളി. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ല, അത്രയ്ക്ക് അടിപൊളി. സൂപ്പർ ട്രിപ്പ് ആയിരുന്നു. ഇന്നലെ വയ്യാതായി പോയ നമ്മളെ പയ്യനാണ്. പയ്യന് ജന്മന ഊമയായിട്ടുള്ള എന്ത് ചെയ്യാനാ? എന്നാലും നമ്മൾ കൂടെ അടുപ്പിച്ചടാ. പുള്ളി എന്താ പറയാ? എന്നെ പൊന്നോ ഒരു രക്ഷയില്ല, എന്നെ പൊന്നോ ഒരു രക്ഷയില്ല. ആ വേണ്ട സെറ്റല്ലേ? നമ്മള് ഇതെങ്ങനെയാണ് നമ്മള് കാര്യം ഏറ്റെടുത്ത് നമ്മൾ ആ രീതിയിൽ ചെയ്തോ? കൂടുതലായിട്ട് പ്രായമുള്ള ആളുണ്ട്. മിണ്ടാപ്പുറയുടെ ആൾ പിന്തി തുടങ്ങി. ബ്രോ ഉള്ളോ? ആ മിണ്ടത്തില്ലേ? അവിടെ കമ്പിയൊന്നും ഇല്ല. ആ കമ്പി കൂടെ ഇറങ്ങി പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ പോകും. ബ്രോ 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 ഇഷ്ടപ്പെട്ടോ ബ്രോ? എങ്ങനെ ബ്രോ? അടിപൊളി അടിപൊളി. ബ്രോ ഇത് നമ്മളെ ബാഹുബലിക്കത്തോ? ആ അതന്നെ അതന്നെ കേറ്റാന്ന് പറഞ്ഞത് എല്ലാരും 10 ഒരാൾക്ക് അങ്ങോട്ട് കൊടുക്കണം. ബ്ലോഗർ അഖിൽക്കുട്ടൻ നോക്കിയാൽ അഖിൽക്കുട്ട ബ്ലോഗ്സ്. നിന്നെ വരുത്തിയ സ്ഥലം കോട്ടക്കൽ. കൊല്ലം. തിരിച്ചു കേടാ മനന്ന് അങ്ങോട്ട് പോയിക്കടാ. ഇവിടെ വ്യൂ എങ്ങനെയുണ്ടോ? ഒരു രക്ഷയില്ല. ഇവിടെ കേറാൻ 10 രൂപ 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 10 രൂപ. എടുത്തു കേട്ടാൽ 20 രൂപ. എടുത്തു കേട്ടാൽ 20 രൂപ. എടുത്തു കേട്ടാൽ 20 രൂപ. മോനടാ മോളെ മോളെ എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? സെറ്റാ. മനുഷ്യർക്കുള്ള ഇത് മനുഷ്യക്കാരല്ല. നമ്മളിനി പോകുന്നത് ഗുണാക്കേവിലേക്കാണ്.
അത് എന്നെ കാണിച്ചിട്ട് ഓക്കെ ഗൈസ്. നമ്മൾ ആ കൊടൈക്കനാൽ ട്രിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഒരു സ്ഥലമാണ് ഗുണ കേവ്. ഇനി 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മഞ്ഞുമൽ ഡേയ്സ് നടക്കാൻ നമ്മുടെ കമലാസിൻ്റെ കൺമണി ആൻഡ് ബോർഡ് കാതിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്പോട്ടിലേക്ക് നമ്മൾ ആദ്യമായിട്ട് പോകാൻ പോവാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആ ഫ്രണ്ട് നടന്നു പോവാണ്. നമ്മൾ നടക്കുവാണ്. കാര്യം 1 കിലോമീറ്റർ ഉള്ളൂ. ഭയങ്കര ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ നടന്നു പോകുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. പണി അക്കൗണ്ട് കുത്തില്ല നമ്മളാ. ഗുണ കേവ് അവിടുന്ന് കുറച്ച് അടുത്തായതുകൊണ്ട് നമ്മൾ താണ്ടി പറഞ്ഞ കണക്ക് നടന്ന് ആണ് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് പോയിക്കൊണ്ടിരുന്നത്. വണ്ടി പുറകെ വരുവാണ്. നല്ല കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഇങ്ങനെ നടന്നു പോകാനായിട്ട് പറ്റും. കുറച്ച് എന്തപ്പോൾ ചെറിയ വിഷയങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. കാര്യം അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ പോകാൻ പറ്റത്തില്ലെന്നൊക്കെയാണ് ആദ്യമായിട്ട് സംസാരിച്ചത്. അപ്പം പിന്നെ അത് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആൾക്കാരെല്ലാം അവിടെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ ചെന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഇവരുടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് പിന്നെ നമ്മളങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റി. എന്താണെന്ന് അറിയത്തില്ല, നമ്മളിവിടെ പുറത്തായിരുന്നു. അങ്ങോട്ട് പോകത്തില്ലേ? യു മൈ ഗോഡ്, നമ്മുടെ കൂട്ടത്തിലെ ഊമ അങ്ങനെ ഗുണ കേവിലേക്ക് എത്തുന്ന വഴി സംസാരിച്ചിരിക്കുകയാണ്. ബ്രോ എന്താണ് പറയാനുള്ളത്? പറയുന്നത് വെറും പട്ടാമ്പി എന്നുള്ള ടീമാണ് കാണുന്നത്. അടിപൊളിയാണ്, അടിപൊളി അടിപൊളി. എന്താ അടിപൊളിയാണ്, അടിപൊളി പൊളിച്ചു അടിപൊളി പരിപാടി ഗൈസ്. മുമ്പായിട്ട് വേറെ കേവ്. മനിതകുള്ള ഒരു മനിത കാതലല്ലേ അമ്മേ. ഓക്കെ ഗായ്സ്, നമ്മൾ കാത്തിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗുണ കേവ്. ഭയങ്കര തിരക്കാണ് കേട്ടോ. എൻ്റെ പൊന്നു മക്കളെ, സൂചി കുത്താൻ പോലും ഇടമില്ല. ഭയങ്കര തിരക്ക്. നമ്മൾ കണ്ടോ വല്ലത് അവസ്ഥ. ഈ കുഴിയുടെ ചാടി പോയാലോ? സുഭാഷ് ചുമ്മാ ഇരിക്കട്ടെ. സാപ്പിട ഓക്കെ ബ്രോ. വാവ്, ഇങ്ങോട്ട് വന്നത്